ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രീം കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ചെയ്യുന്ന ക്രീമും അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് ടൂൾസ് ഒന്നും വേണ്ട, ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചിലവ് കുറഞ്ഞ ഒരു ക്രീം കേക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ക്രീം കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല വലിയ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട വരെ എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഉപയോഗിക്കാം, അതായത് വിനീഗർ ഉപയോഗിക്കാം. കാരണം മുട്ടയുടെ മണം പൂർണ്ണമായിട്ട് മാറാനായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് ഇനി ഒരു നുള്ളു ഉപ്പും 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരും നമ്മൾ ഈ പൊടിക്കാത്ത പഞ്ചസാരയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ വേണമെങ്കിൽ വിസ്കോ ഫോർക്കോ ബീറ്ററോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ വിസ്കാണ്. അപ്പോൾ വിസ്ക് വെച്ചിട്ടായാലും നമുക്ക് നല്ലതുപോലെ തന്നെ മുട്ട അടിച്ച് പതപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അധികമായിട്ട് കേക്ക് സോഫ്റ്റ് ആവാനായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരിട്ട് തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി നമ്മൾ ചേർക്കുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഇവിടെ അരിച്ച് ചേർക്കുന്നുള്ളൂ. കാരണം നന്നായിട്ട് പൊടിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊടിഞ്ഞ അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണം നമ്മൾ ഈ കേക്ക് എപ്പോൾ ചെയ്യാനായാലും എടുക്കാനായിട്ട്. തരിതരിപ്പുള്ള പൊടിയാണെങ്കിൽ 1-2 പ്രാവശ്യം എക്സ്ട്രാ ഒന്ന് ഇതുപോലൊന്ന് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ നല്ല പൊടിഞ്ഞ അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു കേക്കിന് ഞാനിവിടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ഇല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ മുട്ട ബീറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അരിപ്പൊടി ഈ മുട്ടയുടെ മിക്സും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ വളരെ പതിയെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ സ്പീഡിൽ ചെയ്താൽ ആ മുട്ടയുടെ പതയൊക്കെ അങ്ങ് പോവും. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരല്പം കട്ടിയായിട്ട് തോന്നി, അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ സാധാരണ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് കേക്ക് ടിന്നിന് പകരം. അപ്പോൾ അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ മാവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കാം. ആ എയർ ബബിൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു സോസ് പാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തട്ടിട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 35-40 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ അരിപ്പൊടിയും ബട്ടറും വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ബട്ടറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. കാരണം ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ചെയ്ത വീഡിയോ തന്നെ ചെയ്ത് നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്തോന്ന് നോക്കാനായിട്ട് ഇതുപോലൊരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, കേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് പുറത്ത് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ കേക്ക് ഇങ്ങനെ ഇളകി വരും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അരിപ്പൊടിയിലാണ് ചെയ്തതെന്നൊന്നും കണ്ടാൽ പറയില്ല, അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ മൈദയോ വേറെ ഒന്നും തന്നെ ഉപയോഗിക്കാതെ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ സോഫ്റ്റ് ആവാനായിട്ട് നമ്മളിവിടെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കേക്ക് പൊങ്ങി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ലെയറും കൂടെ ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ടേണിംഗ് ടേബിളൊക്കെ ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലൊരു ബൗളിൽ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും ബൗൾ വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ടൊരു ബൗൾ വയ്ക്കുക. എന്നിട്ട് ഇതുപോലൊരു അടപ്പോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ വെച്ചിട്ട് കമഴ്ത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കുകയോ ചെയ്താൽ നമ്മൾ കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേണിംഗ് ടേബിളാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ക്രീമും കൂടെ വെച്ച് ജസ്റ്റ് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുക്കാം. ഇനി ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം, അതിൻ്റെ ക്രീമിൻ്റെ തിക്നെസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ബേക്കിംഗ് ടൂൾസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ ഒരു വീട്ടിലുള്ള ഒരു കാർഡാണ്, നമ്മുടെ ATM കാർഡൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്നും ഒരുപാട് പേർക്ക് ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്, ഹായ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇതുപോലെ പൈപ്പിംഗ് ജെല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ജെല്ലിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അരിപ്പൊടി വെച്ചിട്ട് ചെയ്തൊരു പൈപ്പിംഗ് ജെല്ലാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് ഞാനത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പൈപ്പിംഗ് ജെല്ല് വെച്ച് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ആ ഡിസൈൻ ഒന്ന് മാറ്റി ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയുടെ ക്രീം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, ഫ്ലവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.